ഹായ് എവരിവൺ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോമ്പറ്റീഷൻ കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റത്തെ വീഡിയോ ഇത്. ഞാനിപ്പോൾ ഓൾറെഡി ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ലൊക്കേഷൻ മാറി വേറൊരു ഭാഗത്തേക്ക് എന്താ റീലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോകുന്ന ജിമ്മെല്ലാം പുതിയതാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഏതാ ജിമ്മെന്ന് എങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അടുത്തുമായിരിക്കണോ എന്നാൽ കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്യാനും വീഡിയോ ചെയ്യാനും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ജിമ്മ്. അങ്ങനെ 1-2 ജിം ഞാൻ പോയി. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ജിമ്മുണ്ട്, എന്താ പേര്, ബ്രാഡ് ഫിറ്റ്നസ് സംതിങ് ലൈക്ക് ദാറ്റ്. സോ അവിടെ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ട് ഷോൾഡറിൻ്റെ വർക്കൗട്ടാണുള്ളത്. ഷോൾഡർ, ട്രൈസെപ്സ്, പിന്നെ ആപ്സ്, പിന്നെ കുറച്ച് നേരം കാർഡിയോ. അങ്ങനെ കോമ്പറ്റീഷന് ശേഷം എൻ്റെ വർക്കൗട്ട് ഡയറ്റ് അല്ലെങ്കിൽ ഒന്ന് പ്രോപ്പറായി വരുന്നതാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ റീലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ. ഞാൻ മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയിച്ചിട്ടുണ്ടായി ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട പ്ലാൻ ഉണ്ട്. അതായത് ഒരു ബൾക്കിംഗ് സീരീസാണ്. അത് എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു 100 kg 110 kgയിലേക്ക് പുഷ് ചെയ്യുന്ന രീതിയിൽ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ മുന്നേ ചെയ്ത് തയമ്പിച്ച പോലത്തെ ഒരു ബൾക്കിംഗ് ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്കത് കാണാനുണ്ടാവും. സോ അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാനത് ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഒന്ന് ബോഡിക്ക് ഒരു റെസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചെയ്ത് പോകുന്നതാണല്ലോ. സോ അത് ഫെബ്രുവരി ഒരു മിഡ് കഴിയുമ്പോഴേക്കും ആ ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അത് ത്രൂ ഔട്ട് ബൾക്കിംഗ് അല്ല, ബൾക്ക് ചെയ്യും, മിനിക്കട്ട് ആ രീതിയിലായിരിക്കും. കാരണം എനിക്ക് ഒരുപാടധികം ഫാറ്റ് ഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല ആ സമയത്ത്. സോ അതുകൊണ്ട് തന്നെ എനിക്കത് മിനിക്കട്ടും പല സമയത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ എല്ലാവരും വരുമ്പോൾ കാണുക. അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടി ഡിഫറെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കാം മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജിമ്മിലേക്ക് പോവാം. ജിമ്മിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി പരിപാടി കാണാം. ഫസ്റ്റത്തെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഷോൾഡർ പ്രസ്സാണ്. ഞാൻ കുറച്ച് വാമപ്പെല്ലാം ചെയ്ത് ലാറ്ററൈസ് പിന്നെ ഷോൾഡർ പ്രസ് ലൈറ്റ് വെയിലെല്ലാം ചെയ്ത് വാം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ പ്രസ്സിങ് മൂവ്മെൻറ്റാണ്. ഇതൊരു 3 സെറ്റ്സ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു ആവറേജ് ലോഡിൽ മാത്രം, അധികം ഇൻറ്റൻസിറ്റി ഒന്നും പോകുന്നില്ല. ഒരു 2 വീക്കും കൂടെ കഴിഞ്ഞിട്ട് ബാക്ക് ടു വർക്കൗട്ട് നോർമലാവും. ഓക്കെ, ഓൾറെഡി ഷോൾഡർ പ്രസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാറ്ററൈസ് സിംഗിൾ ആം. ഇതൊരു 3 സെറ്റ്സ് തന്നെ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ഡെൽറ്റായി, മിഡിൽ ഡെൽറ്റായി, അങ്ങനെ കവർ ചെയ്ത് പോവാം. സോ ഞാനിത് ഫസ്റ്റ് ലോ വെയിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുത്തെ മെഷീനൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല ആംബിയൻസ് ഉണ്ട്. പക്ഷെ എവിടെയോ വലിച്ചു പിടിക്കുന്ന പോലത്തെ ഒരു ഫീല്. ക്യാബിള് സ്റ്റക്കാവുന്നൊരു ഫീലുണ്ട്. അതൊരു സുഖമില്ല. ഇത് ഞാൻ പറഞ്ഞ 3 സെറ്റ് 2 സൈഡും ചെയ്യണം. ശേഷം നമുക്ക് ഫേസ് പുൾ ചെയ്യാം. അപ്പോൾ ഫ്രണ്ടായി, മിഡിലായി, റിയൽ ഡെൽറ്റായി, അങ്ങനെ ചെയ്തപ്പോൾ ശേഷം ഒരു സ്ട്രഗ് ചെയ്യാം. പിന്നെ ഒരു 2 ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട്, ഓവർ എക്സ്റ്റൻഷൻ, ക്ലോസ് ക്രിബ്, ബെഞ്ച് പ്രസ് അല്ലെങ്കിൽ പുഷ് ഡൗൺ, ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് ചെയ്യാം. അപ്പം അങ്ങനെ ഇപ്പോൾ കറൻ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശേഷം ഒരു ക്യാബിൾ ക്രഞ്ചസും ചെയ്യാം. ആപ്സിന് ഞാൻ കുറച്ച് കാലമായി വർക്കൗട്ട് ചെയ്തിട്ട് കോമ്പറ്റീഷന് ശേഷം ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. സോ അപ്പോൾ അതും കൂടെ ഫിനിഷ് ചെയ്യണം. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഫേസ് ഫുള്ളാണ്. ഇതൊരു 3 സെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ സ്ട്രഗ്, പിന്നെ ട്രൈസെപ്സ്. ഓക്കെ, എൻ്റെ ബോഡിയിൽ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മസിൽ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പറയും ട്രാപ്സ് ആണ്.
കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ട് തന്നെ അത് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ട്രാപ്സിന് അത്ര വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യാറൊന്നുമില്ല, എന്നാലും ഭയങ്കര ഈസി ആയിട്ട് ഡെവലപ്പ് ആവും. എൻ്റെ ട്രാപ്സിൻ്റെ കാര്യം പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ഗ്രോയിങ്ങോ. അങ്ങനെ നമ്മൾ വീണ്ടും ക്രോസ് ഓവറിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പുഷ് ഡൗണാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പുഷ് ഡൗണ്, സെക്കൻഡ് വർക്കൗട്ട് ഓവർ എക്സ്റ്റൻഷൻ. അത് സിംഗിൾ ആം ചെയ്യാം, ഇത് ഒന്ന് ചെയ്യാം. ഗൈസ്, ഞാൻ ഈയിടെയായി ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടേ. അതായത് ഒരു പുള്ളി വേ പ്രോട്ടീൻ വാങ്ങിച്ച് അപ്പോൾ ഫേക്ക് സാധനം കിട്ടി, അതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഈ സെയിം സാധനം പുറത്തുനിന്ന് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ അത് ശരിക്കും മിസ്ലീഡിങ് ആണ്. ഒരു പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു തേങ്ങാക്കൊലയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രോട്ടീൻ ഗോള്, ഡെയിലിയുള്ള പ്രോട്ടീൻ ഗോള് കംപ്ലീറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നില്ലാണ്ട് അതിനെ കൊണ്ട് ഒരു മണ്ണാങ്കട്ടയും കിട്ടാൻ പോകുന്നില്ല. അതിന് പ്രശ്നം എന്ന് വെച്ചാൽ പല സപ്ലിമെൻറ്റ് സെല്ല് ചെയ്യുന്ന ആൾക്കാരും നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോട്ടീൻ പൗഡർ എന്നിട്ട് സെല്ല് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. അപ്പോൾ ആൾക്കാർ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും ഈ സാധനം എടുത്താൽ ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ മസിൽ വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ്റെ പുറത്താണ് പല ആൾക്കാരും പ്രോട്ടീൻ പൗഡർ എടുക്കുന്നത്. സെയിം കാര്യം തന്നെ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ പൗഡറിൻ്റെ ക്വാളിറ്റി നമുക്ക് ബെറ്റർ ആക്കാമെന്നല്ലാണ്ട് അതിനെ കൊണ്ട് ഒരു സ്പെസിഫിക് പ്രോട്ടീൻ പൗഡർ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾ ടാലി ആക്കാൻ പറ്റുമെന്നല്ലാണ്ട് അതിനപ്പുറം വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അത് നിങ്ങളെല്ലാം മനസ്സിലാക്കുക. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര കോമഡി എനിക്ക് തോന്നി. കാരണം പുള്ളി അത്യാവശ്യം ഏജ് ഉണ്ട്, ഫിറ്റ്നസിനെ പറ്റി അത്യാവശ്യം വിവരമുണ്ടെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേങ്കിൽ കണ്ടതിന് ശേഷം അതങ്ങ് മാറി. അയാൾക്ക് നല്ല രീതിയിൽ ട്രോള് കിട്ടിയിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. പക്ഷേങ്കിൽ പണ്ട് കാര്യമില്ല, ഒരാൾ ചിലപ്പം മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം, വാട്ടെവർ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനൽ വർക്കൗട്ട് സിംഗിൾ ആം ഓവർ എക്സ്റ്റൻഷൻ. ഇതാണ് അവസാന വർക്കൗട്ട്. ശേഷം നമുക്ക് ഒന്ന് പോസ് ചെയ്ത് നോക്കണം. സിക്സ് റെപ്സ് ഓൺലി, കുഴപ്പമില്ല. നമുക്ക് ബോഡീൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ നമുക്ക് പോസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബോഡീൻ്റെ കറണ്ട് കണ്ടീഷൻ ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലപ്പായി വന്നിട്ടുണ്ട്. എന്താ പറയുക, മെയിൻലി ട്രൈസെപ്സിൻ്റെ ഭാഗമെല്ലാം എന്താ ഓവർ പമ്പ്ഡായ ഫീൽ. എനിക്കിതുവരെ ഇങ്ങനെ ഇത്രയും പമ്പ്ഡായ ഫീൽ ഇത്ര കിട്ടിയിട്ടില്ല. ഗൈസ്, അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവിടെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ തൊട്ട് വരാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ സമയത്തൊന്നും ആരുമില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വീഡിയോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും ഉണ്ട്. സോ ബെറ്റർ എനിക്ക് ഇതായിട്ട് തോന്നുന്നത്. കുറച്ച് ദൂരമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും റൂമിലേക്ക് പോട്ടെ. ഈ സമയം എത്ര, 2 മണിയാകാനായി. പോയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കി അടിക്കണം, അടുത്ത പരിപാടി. ശേഷം ഈവനിങ് PT ഉണ്ട്, അപ്പോൾ അതിനും പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ മാക്സിമം വീഡിയോസ് ഡെയിലി തന്നെ ഇടാൻ നോക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അതാകുമ്പോൾ കുറച്ച് ട്രാക്കിലേക്ക് വന്നോളും ഞാൻ. അല്ലെങ്കിൽ പിന്നെ
മടി പിടിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. മസ്റ്റായിട്ട് അഭിപ്രായം പറയുക. കുറച്ച് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോസിന് എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അങ്ങനെ നമുക്കൊരു ഇൻട്രാക്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ശരി. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. എല്ലാവരും കാണുക, ലൈക്കും ചെയ്യുക. ഓക്കെ, ബൈ.